അസ്സലാമു അലൈക്കും. ഇന്നൊരു മാംഗോ പുഡിംഗ് ഉണ്ടാക്കി നോക്കിയാലോ? ഒരു മാങ്ങയുടെ പകുതി കഷ്ണങ്ങളാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. സ്റ്റൗ ഓണാക്കുന്നതിന് മുമ്പായി ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് പാല്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇപ്പോൾ സ്റ്റൗവിലേക്ക് വെച്ചു വളരെ ചെറിയ തീയിൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. വല്ലാതെ കുറുകി കട്ടയാകണ്ട. 3-4 മിനിറ്റ് കൊണ്ട് ഇത് ശരിയായി കിട്ടും. മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്താലും ഇളക്കി കൊടുക്കണം 1 മിനിറ്റോളം. ശേഷം ചൂടാറുന്നതിന് വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുക. സ്റ്റിഫ് ആവരുത്. ഇതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഒന്ന് സെറ്റായി കിട്ടിയാൽ മതി. ഇനി ഓഫ് ചെയ്യാം. പുഡിംഗ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ആദ്യം ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കുക. ഫസ്റ്റ് ലെയറായിട്ട്. അതിനുശേഷം അതിന് മുകളിലായി നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ഇട്ട് കൊടുക്കുക. അതെല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുക. അതിനുശേഷം അതിന് മുകളിലായി നമ്മൾ എടുത്തു വെച്ച മാങ്ങ കഷ്ണങ്ങൾ വിതറി കൊടുക്കുക. ഡെക്കറേഷനൊക്കെ അവനവൻ്റെ ഇഷ്ടം. ഞാനിവിടെ റുമാൻ സൈഡിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. മാങ്ങാ കഷ്ണങ്ങൾ കുറച്ചുകൂടെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 മണിക്കൂർ തണുക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യാനുസരണം മുറിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. എപ്പോഴെങ്കിലും സമയം സാഹചര്യമൊക്കെ ഒത്തു വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.